ഹായ് ഫ്രണ്ട്സ്, ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കിടുക്കാച്ചി തൈര് സാധനം, ചെന്നൈ തൈര് സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചോറ് നല്ലോണം പൊന്നി അരിയാണ്. 2 കപ്പ് പൊന്നിയരി ഞാൻ അടുപ്പിൽ വെച്ച് വേവിച്ച് ഊറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നല്ല തിരിച്ചൊട്ടിട്ട് അതിനകത്തേക്ക് 250 ml മിൽക്ക് 250 ml മിൽക്ക് നന്നായിട്ട് കാച്ചിയെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഈ കുക്കറിലേക്ക് ഒഴിക്കുക. കുക്കറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ബട്ടർ ഇടുക. അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഇത് കുറുകും. നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഇത് കുറുകും. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെക്കുക. നെയ്യാണ് ഒഴിക്കേണ്ടത്. ഇവിടെ നെയ്യിൻ്റെ ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഫ്ലവറാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒരിക്കലും ആഡ് ചെയ്ത്, നല്ലെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഒഴിക്കാം, നെയ്യ് ഒഴിക്കാം. ഇത് നമ്മുടെ ചെന്നൈയിലുള്ളൊരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതാണ്. ഇതേ ടൈപ്പാണ് ഉണ്ടാക്കുക. അവർ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നതായിരുന്നു. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചട്ടിയടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം നമ്മൾ പൊട്ടുകടലയായിരുന്നു. എൻ്റെ അടുത്ത് മറ്റേ പരിപ്പില്ലായിരുന്നു, കടലപ്പരിപ്പില്ലാത്തതുകൊണ്ട് പൊട്ടുകടല ഇട്ടു. എന്നിട്ട് ഞാൻ നിലക്കടല ഇട്ടു. അതിന് ശേഷം ഉഴുന്നിട്ടിട്ട് നന്നായിട്ടത് റോസ്റ്റ് ചെയ്യണം. ചെറിയ ഫ്ലെയിമിലേക്ക് വെക്കുക. വലിയ ഫ്ലെയിമാകുമ്പോൾ കരിഞ്ഞു പോകും. തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഫ്ലെയിമിനകത്തേക്ക് ഇട്ടിട്ട് ഇതൊരു ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വരണം. ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചി ഇടുക, പച്ചമുളക് ഇടുക. അപ്പോൾ ആ ഇഞ്ചി ഇട്ടിട്ട് നമ്മളിങ്ങനെ ആ മൂത്ത് വരുന്നൊരു മണം ഉണ്ടാവുമല്ലോ. ആ മണം വല്ലാത്തൊരു മണമാണ്. നമ്മൾ എന്ത് സാധനം ഇടുമ്പോഴും അതിനകത്തേക്ക് ഇഞ്ചി ഇട്ടാൽ നമ്മുടെ വയറിനും നല്ലതാണ്. ഇഞ്ചി ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് ഇഞ്ചി ഇടുന്നത്. അപ്പോൾ ആ ഇഞ്ചി ഇങ്ങനെ നല്ല കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ജീരകം, വറ്റൽമുളക് ഇടുക. പിന്നീട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കരിവേപ്പില എടുത്തിടണം. കരിവേപ്പില ഇട്ട് നന്നായിട്ടത് റോസ്റ്റ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണേ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കഴിയണം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കായപ്പൊടി, കൂടുതൽ കായപ്പൊടി ഇടണ്ട, കുറച്ച് കായപ്പൊടി ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് 4 ആൾക്ക് കഴിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 2 കപ്പ് റൈസിനകത്തേക്ക് ഇത് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ഈ പാലും ഇതും കൂടി ആഡ് ചെയ്യുക, അരിയും കൂടി. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ തൈര് ഒഴിക്കണം. തൈര് നമ്മൾ എന്താ ചെയ്യണം, ഞാനിവിടെ ഒരു 15 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തൈരിട്ട് നോക്കുക. എന്നിട്ട് തൈരിട്ട് നോക്കിയിട്ട് പിന്നെയും ടൈറ്റായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഹിതത്തിനനുസരിച്ചിട്ട് തൈര് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്ത് വെച്ച തൈര് ഞാനിതിനകത്തേക്ക് ഇടുകയാണ്. ഞാൻ അളന്ന് വെച്ചതായിരുന്നു ആ തൈര്. അപ്പോൾ ആ തൈര് ഇട്ടു. എന്നിട്ട് ആ തൈരിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുക. നമ്മൾ അത് വെച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ അത് കുറുകിയിട്ടുണ്ടാകും. പക്ഷേ തൈര് സാധം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്താണ് തൈര് സാധം ഉണ്ടാക്കേണ്ടത് കേട്ടോ. നേരം വഴുകി വരുമ്പോൾ അത് കട്ട പിടിച്ചിട്ട് ഒരു കഴിക്കാൻ പറ്റാത്ത പോലെയാകും നമുക്ക്. എന്നിട്ട് അപ്പോൾ എനിക്ക് തൈര് കുറച്ചും കൂടി ഒഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുണ്ടാക്കി. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തൈര് സാധനം കഴിക്കാനായിട്ട് എടുത്ത് വെക്കരുത്. അതിന് ശേഷം ഞാനൊരു ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. പണ്ട് കാലത്ത് ഫ്രഷ് ക്രീമൊന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ നല്ല ഫ്രഷ് ക്രീം. അപ്പോൾ നല്ല ആ വൈറ്റ് കളറ് കണ്ടോ, നല്ല വൈറ്റ് കളർ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും. നല്ല തൂവെള്ള പോലെ ഇരിക്കാനുണ്ടാവും വൈറ്റ് കളർ. അതിന് ശേഷം നമ്മൾ ഉപ്പെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഉപ്പിട്ടാൽ മതി കേട്ടോ, നേരത്തെ ഉപ്പിട്ട് വെക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതെന്ത് ചെയ്യണം, ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യണം. മല്ലിയില ഇടേണ്ടവർക്ക് മല്ലിയില ഇടാം. അപ്പം ഇവിടെ മല്ലിയില ഇതിനകത്തൊക്കെ ചുവ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യണം. ഒരു ചെറിയൊരു പീസ് ക്യാരറ്റും അനാറും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് വയ്ക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിലയും വെച്ച് നമ്മൾ നന്നായിട്ട് ഗാർണിഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യണം. ഇത് കാണുന്ന എല്ലാ ഫ്രണ്ട്സും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഒന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. എന്നെ നന്നായിട്ട് നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണേ. എല്ലാവരുടെ ലൈക്കും ഷെയറും എന്നിട്ട് നിങ്ങളത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണേ. ഗുഡ് ബൈ.